ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. അയ്യേ ഇങ്ങനെ പറയാനൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഇത് ബാക്കിലാണ് എൻ്റെ ഓഫീസ്. ഞാനിവിടെ IT സ്പെഷ്യലിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ എൻ്റെ ജോലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ ഫുഡ് അടിക്കാൻ വേണ്ടി വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെയാണ് എൻ്റെ വണ്ടി പാർക്ക് ചെയ്തത്. ദിസ് ഇസ് മൈ കാർ. അയ്യേ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ നാണക്കില്ല കേട്ടോ. എൻ്റെ വീട് ഇവിടുന്ന് 1 മിനിറ്റ് ദൂരമുള്ളൂ കേട്ടോ. ഈ വ്ളോഗൊക്കെ എടുത്തു തുടങ്ങുന്നതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ ലൈഫിലൊന്നും ഹാപ്പനിങ് അല്ലെങ്കിൽ ഒന്നും ഇടാനില്ല. ഇപ്പൊ കഴിഞ്ഞ വീഡിയോ തന്നെ കണ്ടില്ലേ? കഴിഞ്ഞ വീഡിയോ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ കൂടുതലൊന്നും ആഡ് ചെയ്യണ്ടായിരുന്നില്ല. കൂടുതൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഈ ലെഫ്റ്റിൽ കാണുന്ന ബിൽഡിംഗ് ആണ് എൻ്റെ വീട് കേട്ടോ. ഞാൻ നിൽക്കുന്ന വീട് ലെഫ്റ്റിൽ കാണുന്നതാണ്. ഇവിടെ പുറത്താണ് പാർക്കിംഗ്. വീട്ടിൽ നിന്ന് വട്ടയപ്പം ചിക്കൻ കറി ഉണ്ട്, അതും ബട്ടർ ചിക്കൻ. ഇന്നത്തെ ബട്ടർ ചിക്കൻ ഞാനല്ല കേട്ടോ ഉണ്ടാക്കിയേ. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ ക്രീമി ആയിട്ടുണ്ട്. പക്ഷെ വലിയ ചിക്കൻ പീസ് അവൾ ഉപയോഗിച്ച് നോക്കണേ. അതെന്താണ് വലിയ ചിക്കൻ പീസ് ഉപയോഗിക്കാനുള്ള കാരണം? ഓക്കെ സോറി. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ചെറി ഇട്ട് വെച്ചിട്ടുള്ള വട്ടയപ്പുണ്ട്. അതെ, ഞങ്ങളിപ്പോൾ കോസ്കോയിൽ വന്നിരിക്കുക. കോസ്കോയിൽ സാധാ ഗ്രോസറി ഒക്കെ വാങ്ങിച്ചു. പക്ഷേ ഇറച്ചി സംഭവങ്ങളൊക്കെ ഇവിടെ നല്ലത് കിട്ടും. ഇവിടെ ബാക്കിൽ തന്നെ ബുച്ചർ ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഫ്രഷ് ഇറച്ചിയൊക്കെ കിട്ടും. പിന്നെ ഇവിടെ ഇലക്ട്രോണിക് സംഭവങ്ങളൊക്കെ ഉണ്ട് ബാക്കിൽ. ഉണ്ട് ഇവിടെ TV-യും മറ്റേ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഡ്രയർ എല്ലാം ഉണ്ട്. എല്ലാം കിട്ടുന്ന നമ്മുടെ നാട്ടിൽ വേണൂസും നന്ദിലത്തൊക്കെ ഉള്ള പോലെ എല്ലാം കിട്ടുന്നൊരു സ്ഥലം. സ്പീക്കറിൻ്റെ സെക്ഷൻ എവിടെയാണ്? ഇതുണ്ടോ ഈ സ്പീക്കർ എനിക്ക് ഇഷ്ടപ്പെട്ട സൗണ്ട് കോർ എന്ന് പറഞ്ഞ കമ്പനിയെ. ഇതിന് $149 വരണേ. അതിന്റെ തൊട്ടപ്പുറത്ത് സ്കൽ കാൻഡിയുടെ സാധനം എടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ ബൂം ബോക്സ്. ഇതൊക്കെ വില കൂടി $500 സ്പീക്കർ. അതൊക്കെ ഇത് പിന്നെയും കുഴപ്പമില്ല കേട്ടോ. എക്സ്ട്രീം എന്ന് പറഞ്ഞ JBL-ന്റെ ഇത് തന്നെ എടുക്കാന്ന് വിചാരിച്ചു. കാരണം ഇത് ഇത്തിരി കൂടിയും ഇതിന് ഡിസ്കൗണ്ട് നടക്കണ്ട. $50 വില കുറവിന് ഈ സാധനം കിട്ടുന്നു. ഇത് തന്നെ വാങ്ങിക്കാന്ന് വിചാരിച്ചു. കണ്ട ഇവിടെ ഇങ്ങനെ തുണികൾ, ഇത് പൊട്ട തുണി ഒന്നല്ല കേട്ടോ. ഇത് ആൾക്കാർ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇട്ട് വെക്കണതാണ്. പക്ഷെ ഇവിടെ നല്ല ക്വാളിറ്റിയുടെ തുണി എപ്പോഴും ഉണ്ടാവും. കണ്ട ടോമിയുടെ ടീഷർട്ടൊക്കെ ഇല്ലേ, ഇതിനൊക്കെ $22 ഉള്ളൂ. ഇതിങ്ങനെ ഇതെന്ന് പറഞ്ഞൊരു ശരിക്കും പറഞ്ഞൊരു വെയർ ഹൗസ് പോലത്തെ സെറ്റപ്പാണ്. പക്ഷെ എല്ലാവർക്കും വന്ന് വാങ്ങിക്കാൻ പറ്റും. കണ്ടോ ഷൂസ് പോലും ഉണ്ട്, എല്ലാം കിട്ടും ഇവിടെ. ഞാൻ ഇട്ടോക്കണ പോലത്തെ ഒരു ഷൂസും ഉണ്ട് കേട്ടോ ഇവിടെ, അഡിഡാസിൻ്റെ തന്നെ. ഞാനൊരു കൺവേഴ്സും വാങ്ങിച്ചു കേട്ടോ, കൺവേഴ്സിൻ്റെ ഷൂസ്. ഇവിടെ ഫ്ലവേഴ്സ് പോലും കിട്ടും കേട്ടോ. ഇവിടെ ഉണ്ടോ പൂള് പോലും നമുക്ക് ഇങ്ങനെ കിട്ടും. ബോക്സിൽ സെറ്റ് ചെയ്ത് നമുക്ക് വീട്ടിൽ പൂള് പോലും സെറ്റാക്കാം. പിന്നെ മറ്റേ കയാക്കില്ലേ, മറ്റേ കയാക്ക് ബോട്ട്, ആ സാധനവും അവിടെ കിടക്കണുണ്ടോ. മറ്റേ സ്ലൈഡ്, വെള്ളത്തിൽ സ്ലൈഡ് ചെയ്യാനുള്ള സാധനവും. ഇനിയാണ് നമ്മൾ ഇറച്ചി സെക്ഷൻ. ഇറച്ചി സെക്ഷനിൽ നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്നത് ലോബ്സ്റ്ററാണ്. പിന്നെ സാൾമൺ ഇല്ലേ, മീൻ സാൾമൺ കിട്ടും. ഫുള്ള് സാൾമൺ. അപ്പോൾ ഇവിടുത്തെ ഇറച്ചി കണ്ടോ, ഇറച്ചി ക്ലീൻ ചെയ്തിട്ട് ഈ കിർക്ക്ലാൻഡ് എന്ന് പറയുന്ന കമ്പനി അവരുടെയാണ്. ഈ കോസ്കോയുടെ കമ്പനിയാണ് ഇത് മെയിൻലി. ഇത് മോൺട്രിയൽ ബേസ്ഡ് ആണ്. ഇവർ ഒരു ബാഗിൽ 3 ചിക്കൻ ഉണ്ട്. $31 3 ചിക്കൻ. ലൈന് കണ്ടോ, അറ്റം വരെ ലൈനാണ്. ഇത്ര സാധനങ്ങളുള്ളൂ കേട്ടോ. നിങ്ങൾ കയ്യിലെണ്ണാൻ പറ്റുന്ന അത്ര സാധനങ്ങളുള്ളൂ. വെറും ഇത്ര സാധനങ്ങൾക്ക് $422 ആണല്ലേ. ഷോപ്പിങ്ങിനാക്കി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാഗൊന്നും ഇല്ല. വണ്ടിയുടെ ബാക്ക് സീറ്റിൽ ഇങ്ങനെ വെച്ച് നോക്കുക. ബാഗ് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇത്തിരി സാധനങ്ങൾ. എൻ്റെ ഉള്ളിലും ഉണ്ട് 2 ബാഗ് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. എൻ്റെ മീൻ പിടിക്കുന്ന സാധനങ്ങളാണ് ബാക്കിയുള്ളത്. വീട്ടിലെത്തി ഇതൊക്കെ വാങ്ങിച്ച് ഞാൻ മറ്റേ സ്പീക്കർ വാങ്ങിച്ച് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നോക്കട്ടെ. ഓക്കെ, ഇപ്പോൾ എവിടേക്ക് പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ബാഡ്മിൻ്റൺ കളിക്കാൻ പോണ ആ ഗ്യാങ് ഇല്ലേ, അവരെല്ലാവരും കൂടി മീൻ പിടിക്കാനും നീന്താനും ഒക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നെ വിളിച്ച് പോണ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഗോൾഡ് ലേക്ക് എന്നെന്താണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അത് ഇവിടെ നിന്ന് ഇത്തിരി ലൈക്ക് അറൗണ്ട് ഒരു 45 മിനിറ്റ്സ് ഇവിടെ നിന്ന് ദൂരമുണ്ട്. അപ്പോൾ അവിടെ പോയി മീൻ പിടുത്തും വെറുതെ ചില്ലി നിൽക്കാനാണ് പോകുന്നത്. ഞാൻ എന്തായാലും ചെറിയ ചെറിയ ക്ലിപ്സ് ഇടാം. ഹലോ, നമസ്കാരം. എന്ത് പറയുന്നു? എടാ പോടാ. ഹലോ. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുന്നു. അടിപൊളിയായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ വ്ളോഗിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കിത്തിരി ചടപ്പായിരുന്നു. ഞാൻ ഇവരുടെ മുമ്പിൽ ഇതുവരെ വ്ളോഗ് ചെയ്തിട്ടില്ലേ, ചേട്ടന്മാരുടെ മുമ്പിൽ വെച്ചിട്ട്. അപ്പോൾ അത് കാരണം ഒരു ചടപ്പുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ക്ലിപ്പായിട്ടിടാം. പിന്നെ മീൻ പിടിച്ചിട്ടൊന്നും കിട്ടിയൊന്നുമില്ല. ചെറിയ മീനിനെ കിട്ടി, അത് ഞങ്ങളപ്പം തന്നെ കളഞ്ഞു. അല്ലാതെ ലൈഫ് ജാക്കറ്റ് ഇട്ട് എന്താ ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ആഴം 100 അടിയാണ്. അപ്പോൾ അവിടെ വീണ് ലൈക്ക് അങ്ങാനും ബാലൻസ് കിട്ടിയില്ലെങ്കിൽ ചത്തുപോകും. എന്തിനാണ് അത് റിസ്ക് എടുക്കണത്? മിക്ക ആൾക്കാർക്കും എല്ലാവർക്കും നീന്താറാണവർ തന്നെ അവിടെ പോയത്. എന്നിട്ടും ലൈഫ് ജാക്കറ്റ് ഇട്ട് ചാടിയത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ആഴ്ചയും കൂടിയും ഒരു ചെക്കൻ ഇവിടെ ഉണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് വന്നിട്ട് ആള് വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തിനാണ് അത് റിസ്ക് എടുക്കണേ? നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ലൈഫ് ജാക്കറ്റ് $20 എനിക്ക് സ്വന്തമായിട്ട് ലൈഫ് ജാക്കറ്റ് ഇല്ല. അപ്പം ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു വയ്ക്കണം എന്നുണ്ട് എന്തായാലും. മനസ്സിൽ തുളും